നമസ്കാരം, ഞാൻ മൃണാൾ. ഞാനൊരു റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻ്റാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റുകളോട് എനിക്ക് എന്തെങ്കിലും പ്രിയമുണ്ടാവും. എന്നെ കാണാൻ അത്യാവശ്യം തടിയൊക്കെ ഉണ്ട്, അപ്പോൾ കയ്യിൽ കുറച്ച് കാശൊക്കെ ഉണ്ടാവും. ഭക്ഷണമൊക്കെ ഒരുപാട് എത്ര വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കാൻ പറ്റുന്ന ആളായിരിക്കും എന്നും വിചാരിക്കാം. അതുകൊണ്ട് തന്നെ തട്ടുകടകളെ കുറിച്ചിട്ട് കുറച്ച് വിമർശനത്തോടെ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇയാൾ റെസ്റ്റോറൻറ്റ്സിൻ്റെ ആളായതുകൊണ്ട് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിൻ്റെ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് പറയുന്നതായിരിക്കും. അതുമല്ലെങ്കിൽ ഇയാൾക്കിപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കാമല്ലോ, ഇപ്പോൾ സാധുക്കൾ എന്ത് ചെയ്യും എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതിനൊക്കെയുള്ള മറുപടി ആദ്യം പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോയിലേക്ക് വരാം. ഞാൻ റെസ്റ്റോറൻറ്റുകളുടെ ആളായിട്ട് ഒരിക്കലും സംസാരിക്കില്ല, ഞാൻ ഭക്ഷണത്തിൻ്റെ ആളായിട്ട് സംസാരിക്കുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലങ്ങളാണ്. അത് ഇപ്പോൾ കൊച്ചി ക്രൗൺ പ്ലാസയിൽ ട്രിലോജി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. വളരെ എക്സ്പെൻസീവാണ്. ഒരു പോർഷൻ മട്ടൻ 1000 രൂപയിൽ മേലേക്ക് അവർ മേടിക്കും. പക്ഷേ ഉഷാറ് റെസ്റ്റോറൻ്റാണ്, ഗംഭീരമാണ്. ഇതുപോലെ തന്നെ എനിക്കിഷ്ടമാണ് ആ ക്രൗൺ പ്ലാസയിൽ നിന്ന് കുറച്ച് പുറത്തിറങ്ങിയിട്ട് പിന്നെ റൈറ്റിലോട്ട് പോയാലുള്ള പുട്ടുകട. അവിടെ പുട്ടിനും ബീഫിനും 80 രൂപ എങ്ങാനേ ഉള്ളൂ, 100 രൂപ 80 രൂപ എങ്ങാനേ ഉള്ളൂ. എനിക്കിഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ കുറേ ഇങ്ങോട്ട് വന്നാൽ വാസുവേട്ടൻ്റെ കടയുണ്ട് ചാലക്കുടിക്കടുത്ത്, എനിക്കിഷ്ടമാണ്. അവിടെ വേണമെങ്കിൽ 50 രൂപയുണ്ടെങ്കിൽ ഒരാൾക്ക് വേറെ നല്ല ഭക്ഷണം കഴിക്കാം. ഇതുപോലെ എന്ന് വെച്ച് എനിക്കിഷ്ടമില്ലാത്ത 5 സ്റ്റാർ ഹോട്ടൽസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ 5 സ്റ്റാർ ഹോട്ടൽ ബേക്കലിലെ ലളിതായിരിക്കും. എനിക്ക് അവിടുത്തെ ഭക്ഷണം ഇഷ്ടമല്ല. പിന്നെ ചായക്കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ തൃശ്ശൂരുള്ള ചില ഭൂരിഭാഗം ചായക്കടകൾ, ഭൂരിഭാഗം എന്നല്ല എല്ലാ ചായക്കടകളും, ചായക്കടകളല്ല ഞാൻ ഉദ്ദേശിക്കുന്ന തട്ടുകടകളാണ്. എനിക്ക് അവിടുത്തെ ഭക്ഷണം ഇഷ്ടമല്ല. അപ്പം നല്ല ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. 2 കാശ് വാങ്ങുക. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കിട്ടുന്ന കാശിനൊരു പരിധിയുണ്ട്, കുറച്ച് കുറവായിരിക്കും. അത്ര കുറച്ച് കാശ് വാങ്ങിയിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിട്ട് എന്നെ കാണുമ്പോൾ തോന്നുന്നുണ്ടോ? പൊതുവേ മടിയനാണ്, ജോലി ചെയ്യാൻ വലിയ കഷ്ടപ്പാടാണ്. അപ്പോൾ നിസ്സാര കാശ് വാങ്ങിയിട്ട് ഞാൻ എന്തിനാണ് ഈ പണി ചെയ്യുന്നത്? അതിൻ്റെ ഒരാവശ്യമില്ല. മൂന്നാമത്തത്, നിങ്ങൾക്ക് പിന്നെ വലിയ വലിയ റെസ്റ്റോറൻറ്റിൽ പോവാം. നമ്മൾ എവിടെ പോകും? എൻ്റെ കയ്യിൽ കാശുണ്ടെന്ന് വെച്ചിട്ട് ഞാനെന്തിനാണ് ഡെയിലി വലിയ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് 1000 രൂപ 2000 രൂപ ഒരു നേരത്തെ ഒരാളുടെ ഭക്ഷണത്തിൽ ചിലവാക്കുന്നത്? എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ എനിക്ക് ബാങ്കിലിട്ടാൽ പോരെ, ഞാൻ കഷ്ടപ്പെട്ട് ഇത് ചെയ്യണം? എനിക്കും കാശ് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് തന്നെ കഴിച്ചാൽ പോരെ? നിങ്ങൾ തന്നെ നോക്കിയാൽ കാണാം. ഞാൻ എൻ്റെ കാര്യം പറയല്ല, എത്രയോ വലിയ മുതലാളിമാരുടെ കാര്യം പറയുകയാണ്. നമ്മൾ പല മിൽമാബൂത്തിൻ്റെ മുമ്പിലും റോഡ് സൈഡിൽ 10 രൂപയ്ക്ക് ചായ കിട്ടുന്ന മുമ്പിലൊക്കെ മെഴ്സിഡീസും പിന്നെ പോഷും BMW നിർത്തിയിട്ട് ആൾക്കാർ ചായ കുടിക്കുന്ന കാണാറില്ലേ? അവരും നല്ല ഭക്ഷണം കുറഞ്ഞ വിലക്ക് കിട്ടണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് ചായക്കടകളെല്ലാം തട്ടുകടകളെല്ലാം പൂട്ടിച്ചിട്ട് ഫുൾ 5 സ്റ്റാർ മതി നല്ല കാശുള്ള ആരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ തട്ടുകടകളുടെ കാര്യത്തിലേക്ക് വരാം. വൃത്തി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഭാവിയിൽ വന്നേക്കാവോ എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. ഭക്ഷണം, വ്യായാമം. ഞാനിത് രണ്ടും തെറ്റായിട്ടാണ് ചെയ്യുന്നതെന്ന് എൻ്റെ തടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും വിവരമുള്ളവർ എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. വ്യായാമത്തിന് വെറും 20% അടുത്ത് മാത്രമേ പ്രാധാന്യമുള്ളൂ. 80% ഭക്ഷണമാണ്. ആ 80% നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ആയുസ്, നിങ്ങളുടെ നിങ്ങളുടെ ഹാപ്പിനെസ്, മെൻ്റൽ സ്റ്റെബിലിറ്റി എല്ലാത്തിനെയും സ്വാധീനിക്കുന്നത് 80% ഭക്ഷണമാണ്. ബാക്കി 20% മാത്രമാണ് വ്യായാമം. നടത്തം മുതലുള്ള ജിമ്മി പോലും മുതലുള്ള എല്ലാ വ്യായാമവും. ഈ ഭക്ഷണം വൃത്തിയായിട്ട് നമ്മൾ കാശ് കൊടുത്തിട്ടല്ലേ മേടിക്കുന്നത്, അപ്പോൾ നമ്മൾക്ക് വൃത്തിയായിട്ട് കിട്ടണ്ടേ? തട്ടുകടകളിലേക്ക് വരാം. കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ പൊതുവെ ആർക്കും ഒരു പണിയും കിട്ടുന്നില്ല, എന്തെങ്കിലും ഒരു വരുമാനം വേണം എന്നുള്ളൊരു അവസ്ഥയിൽ തുടങ്ങാവുന്ന ഒരു സംഭവമായിട്ട് തട്ടുകടകൾ മാറിയിട്ടുണ്ട്. ലൈസൻസ് എടുക്കണമെന്നില്ല, ഒരു 4 തൂണും ഒരു ഓലപ്പുരയും ഒരു പഴയ മരത്തിൻ്റെ ബെഞ്ചും ഉണ്ടായാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അത് വളരെ മോശം സമ്പ്രദായമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു തട്ടുകട ഉണ്ടാക്കുന്ന സമയത്ത് പല ഓഫീസർമാരും എന്താ വിചാരിക്കുന്നത്? അവനെ പൂട്ടിക്കണ്ട, അവന് വൃത്തിയില്ലെങ്കിലും അവനെ നമ്മളൊന്നും പറയുകയോ പൂട്ടിക്കുകയോ നോട്ടീസ് കൊടുക്കുകയോ ഒന്നും വേണ്ട, കാരണം അത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. നമുക്ക് വലിയ റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരുപാട് ഇൻസ്പെക്ടർമാരുണ്ട്.
അങ്ങനെ ഒരു ആനുകൂല്യം, ഒരു സഹതാപം തട്ടുകടകൾക്ക് കിട്ടുന്നത് ഒരു പാവപ്പെട്ടവൻ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. ജീവിക്കാൻ വേണ്ടി പലതും ചെയ്യാം. ആൾക്കാരെ മോശം ഭക്ഷണം കൊടുത്തിട്ട് കൊന്നുകൊണ്ട് ജീവിക്കുന്നത് എന്ത് അക്രമമാണ്. അത് വലിയൊരു കുറ്റമല്ലേ. അതൊക്കെ സത്യത്തിൽ ഏറ്റവും വലിയ കുറ്റങ്ങളിലൊന്നല്ലേ. ഒരു കൊലപാതകി ഒരാളെ കൊല്ലുന്നുള്ളൂ. ആയിരക്കണക്കിന് പേർക്ക് അല്ലെങ്കിൽ നൂറുകണക്കിന് പേർക്ക് ദിവസവും ഭക്ഷണം കൊടുക്കുന്ന ആൾ എത്ര പേരെയാണ് ഇഞ്ചിഞ്ചേക്ക് കൊന്നുകൊണ്ടിരിക്കുന്നത്. മോശമല്ലേ. പിന്നെ തട്ടുകടകൾ പലപ്പോഴും കണ്ടിട്ടുള്ള വേറൊരു പ്രാക്ടീസ് എന്ന് പറയുന്നത്, വീടുകളിൽ പിന്നെ കുക്കി എന്നിട്ടൊരു ഓട്ടോറിക്ഷയോ എന്തെങ്കിലും എടുത്തിട്ട് ഒരു പെട്ടി ഓട്ടോറിക്ഷയിലോ മറ്റോ ഈ തട്ടുകടയിലേക്ക് സാധനം കൊണ്ടുവരും. എന്നിട്ട് അവിടെ പിന്നെ അതായത് ഈ ചിക്കൻ ആയാലും ബീഫായാലും എന്തായാലും ഓൾമോസ്റ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുക അവിടെ. എന്നിട്ട് നമ്മൾ ചെന്നിട്ട് ചേട്ടാ ഒരു ബീഫ് എന്ന് പറയുമ്പോൾ അതിന് കൂടിയുള്ള ദോശയോ മറ്റോ അവർ ഫ്രഷായിട്ട് ചുട്ട് തരും. അപ്പോൾ ആയാലും പൊറോട്ട ആയാലും കല്ലുമ്മലിട്ടൊന്ന് ചൂടാക്കി തരും. ഈ ബീഫായാലും ചിക്കനായാലും അവിടെ കുറേ എണ്ണയുണ്ട്, അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് തരുക, അല്ലെങ്കിൽ കുറേ കപ്പയുടെ കൂടി കപ്പ ബിരിയാണി ഉണ്ടാക്കി എന്തെങ്കിലും ചെയ്യും. ഈ കുക്ക് ചെയ്ത ഭക്ഷണം എപ്പോഴാണ് കുക്ക് ചെയ്തത്? രാത്രി 1 മണി വരെയൊക്കെ തട്ടുകടകൾ ഞാൻ കണ്ടിട്ടുണ്ട്. 12 മണി, 10 മണി, 11 മണി, 12 മണി എന്തായാലും മിക്കവാറും ഉണ്ട്. ഈ കുക്ക് ചെയ്ത ഭക്ഷണം ഉച്ചയ്ക്ക് മുമ്പ് കുക്ക് ചെയ്യാൻ തുടങ്ങിയതല്ലേ. എത്ര മണിക്കൂർ നേരം ഒരു ടെമ്പറേച്ചർ കൺട്രോളും ഇല്ലാതെ ഒരു ഫ്രിഡ്ജിൽ പോലും വെക്കാതെ അത് ആ തട്ടുകടയിലിരുന്നു. നിങ്ങളുടെ വീട്ടിൽ ഉച്ചയ്ക്ക് കുറച്ച് ഇറച്ചിയോ എന്തെങ്കിലും ബാക്കിയായി, നിങ്ങളത് ആ ഡൈനിങ് ടേബിളിൽ തന്നെ വെച്ചിട്ട് രാത്രി കഴിക്കുമോ? നിങ്ങളടുത്ത് ഫ്രിഡ്ജിൽ വെക്കില്ലേ? അതെന്തിനാ? 6-8 മണിക്കൂർ ഭക്ഷണം പുറത്തിരുന്ന് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് വ്യത്യാസം ഇല്ലാതെ തന്നെ കേടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഡൈനിങ് ടേബിളിൽ അടച്ചുറപ്പിൽ ഇരിക്കുന്ന ഭക്ഷണം, തട്ടുകട എവിടെയാണുള്ളത്? റോഡ് സൈഡിൽ പൊടിയടിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ വേണമെങ്കിൽ പറയാം ചില്ലുകൂട്ടിലാണെന്ന്. എന്ത് ചില്ലുകൂട്? ഈ ചില്ലുകൂട് തുറന്നുകൊണ്ട് അടച്ചുകൊണ്ടിരിക്കുകയല്ലേ. റോഡ് സൈഡിൽ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് എത്രത്തോളം പിന്നെ അൺഹൈജീനിക് ആയിരിക്കും ഒരു റോഡ് സൈഡ്? അപ്പോൾ നിങ്ങൾക്ക് പിന്നെ വീട്ടിൽ ഇങ്ങനെ സൂക്ഷിച്ച് ഭക്ഷണം കഴിക്കുന്ന നിങ്ങളെങ്ങനെയാണ് ഈ ഭക്ഷണം കഴിക്കുക? ഞാൻ നിങ്ങൾ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പൊതുവേ എല്ലാവരോടുമാണ് പറയുന്നത്. ഞാൻ എന്നോടും കൂടിയാണ് പറയുന്നത്. ഇത് ഒരാൾക്കായിട്ടുള്ളൊരു ഉപദേശമൊന്നുമില്ല. ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. എനിക്ക് ബോധ്യമുള്ളൊരു കാര്യം ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഭക്ഷണം ഇവർ 11 മണി വരെ ആയിട്ടും ബാക്കിയുണ്ട്. നമ്മളെന്താ വിചാരിക്കുന്നത്? അവർ ആ ഭക്ഷണം മുഴുവൻ കളയോ? ഒരിക്കലും കളയില്ല. അവർ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും. പിറ്റേന്നത്തെ സംഭവത്തിൽ മിക്സ് ചെയ്ത് തിരിച്ചു വരും. പൊറോട്ട ബാക്കിയുണ്ടായാലും എന്ത് ബാക്കിയുണ്ടായാലും ഇത് തന്നെയാണ് അവസ്ഥ. ഈ പിന്നെ തട്ടുകടകളുടെ കാര്യത്തിൽ എനിക്ക് വേറൊരു കാര്യം കൂടെ പലപ്പോഴും തോന്നാറുണ്ട്. നല്ല തട്ടുകടകളുണ്ട്, ധാരാളമുണ്ട്. എനിക്കറിയുന്ന നല്ല തട്ടുകടകൾ ഇഷ്ടം പോലെ ഉണ്ട്. പലരും പിന്നെ എന്താ പറയുക, റെസ്റ്റോറൻറ്റിനേക്കാളും ക്വാളിറ്റി നോക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കിച്ചണൊക്കെ ഉണ്ടാക്കി പിന്നെ അത്യാവശ്യം വൃത്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്ത് നന്നായിട്ട് അത് കൊണ്ടുവന്ന് അത് തന്നെ പറ്റുന്നതും തട്ടുകടയിൽ വെച്ച് തന്നെ കുക്ക് ചെയ്ത് ഓംലെറ്റുകളും അതൊക്കെ ഗംഭീരമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന തട്ടുകടകളുണ്ട്. ഇവർക്കും കൂടെ കഷ്ടപ്പാടാണ് ഈ ബാക്കിയുള്ള മോശം സമ്പ്രദായങ്ങൾ പിന്തുടരുന്ന ആൾക്കാരെ കൊണ്ട്. അത് ഭക്ഷണം വിൽക്കുക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ തൊഴിലുകളിലൊന്നാണ്. ഒന്നാമത്തെ തൊഴിൽ ശരീരം വിൽക്കലായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. രണ്ടാമത്തെ തൊഴിൽ ഭക്ഷണം വിൽക്കലായിരുന്നു. മനുഷ്യനുണ്ടായ കാലം മുതലുള്ള തൊഴിലാണ്. അതൊരു മര്യാദയോടെ നീതിപൂർവം ചെയ്യണം. ചെയ്യാവുന്നതേ ഉള്ളൂ. ഏത് തട്ടുകടക്കാരനെയും ചെയ്യാവുന്നതേ ഉള്ളൂ. മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഒരു ലൈസൻസ് എടുക്കുക. എന്നിട്ട് അവിടെയുള്ള സാധനങ്ങൾ ഒരു കാർഡ്ബോർഡ് പേപ്പറിലോ എന്തിലെങ്കിലും എഴുതി വെക്കുക, അതിൻ്റെ വാല്യൂ എഴുതി വെക്കുക. ഇത്രയായാൽ തന്നെ ബേസിക്സായി ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനുള്ള ബേസിക്കായി. തട്ടുകടയും റെസ്റ്റോറൻറ്റ് തന്നെയാണ്, ഭക്ഷണം വിൽക്കുകയാണ്. എന്നിട്ട് സാധനങ്ങൾ അത്യാവശ്യം അവനവൻ്റെ കുട്ടികൾക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കുക. മതി, അത്രയും മതി. അത് ചെയ്യാത്തവർ 90% കൂടുതലുണ്ടെന്ന് ഉറപ്പാണ്. ഈ സംഭവങ്ങൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഒരുപാട് ഡ്രൈവ് ചെയ്യുന്നതാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നതാണ്. എൻ്റെ ഒരു ഫേസ്ബുക്ക് ചാനലുണ്ട്. അതിനകത്ത് ഞാൻ ഇതുവരെ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് 1% പോലും വീഡിയോസോ സംഭവങ്ങളോ അതിനകത്തില്ല. ഞാൻ അത്രയും ഡ്രൈവ് ചെയ്യുന്നത്, അത്രയും സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നതാണ്. ഞാൻ പലപ്പോഴും തട്ടുകടകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. പലപ്പോഴും നല്ല ഭൂരിഭാഗം സമയത്ത് ഇന്നലെ രാത്രി ഞാൻ കഴിച്ചിട്ടുണ്ട്. നേരിട്ടറിയുന്ന കാര്യമാണിത്. ഒരു പാത്രത്തിൽ വെള്ളം ഉണ്ടാവും, ഒരാൾ കഴിച്ച പ്ലേറ്റ് അതിനകത്ത് മുക്കിയെടുക്കുന്നു, അടുത്താൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, ഈ പ്ലേറ്റ് എടുത്ത് ഇതിൽ തന്നെ മുക്കിയെടുക്കുന്നു. ഈ പാത്രത്തിനകത്ത് അന്ന് ആദ്യത്തെ ആൾ കഴിച്ചത് മുതൽ അവസാനത്തെ ആൾ കഴിച്ചത് വരെയുള്ള വേസ്റ്റ് ഉണ്ട്. അതിലാണ് പിന്നെയും മുക്കിയെടുക്കുന്നത്. എന്തൊരു അക്രമമാണ്! എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക? പൊള്ളാച്ചിയിലൊരു കടയുണ്ട്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇലയിലാണ് കൊടുക്കുന്നത് ഭക്ഷണം. പ്ലേറ്റിൽ ഒരു ഇല വെച്ച് അതിനകത്താണ് കൊടുക്കുന്നത്. ആ ഇല അവരെടുത്ത് കളയാണ്. അതെങ്കിലും ചെയ്തൂടെ? അല്ലെങ്കിൽ മര്യാദക്കൊന്ന് കഴുകിക്കൂടെ?
എന്തായാലും ഇതെനിക്ക് വളരെ സങ്കടമുള്ള വിഷമുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തട്ടുകട നടത്തുന്നവർക്ക് കൂടുതൽ കാശ് ചിലവോ ഒന്നുമുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഇത് ഒന്ന് ചെയ്തൂടെ? ഒരു ലൈസൻസ് എടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളും സേഫാണ്. അങ്ങനെ ലൈസൻസ് ഉള്ള മര്യാദക്കുള്ളൊരു സ്ഥലമാണ്. അവിടെയുള്ള സാധനങ്ങളുടെ പേരും അതിൻ്റെ വിലയും എഴുതി വെക്കുക. അപ്പോൾ വരുന്ന ഒരാൾക്ക് അറിയാം. നമ്മളൊക്കെ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നവരല്ലേ, തട്ടുകടക്കാരെ അടക്കം പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നവരല്ലേ. അത് നിങ്ങൾക്ക് അറിയാം, ഇന്ന സാധനങ്ങൾ ഇന്ന വിലക്ക് കിട്ടും. ഉപകാരമല്ലേ? പിന്നെ അവനവൻ്റെ കുട്ടികൾക്ക്, അവനവന് സ്വന്തമായിട്ട് കുട്ടികളില്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാവുന്ന ഉറപ്പുള്ള ഭക്ഷണം മാത്രം വിൽക്കുക. ദയവ് ചെയ്ത് ഒരു റിക്വസ്റ്റാണ്, ഉപദേശമല്ല. ആൾക്കാരുടെ ജീവിതമാണ്. ആശുപത്രികൾ പുതുത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാർ ഫീസ് കൂടുതൽ വാങ്ങിക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അത്രയും രോഗമുണ്ട് നാട്ടിൽ. ചെയ്യരുത്, ദയവ് ചെയ്ത്. നിങ്ങൾ ചോദിക്കരുത് റെസ്റ്റോറൻറ്റുകാരോട് എന്തുകൊണ്ടാണ് ഈ ഉപദേശം ഇല്ലാത്തതെന്ന്. റെസ്റ്റോറൻറ്റുകാരോട് ഇത് തന്നെയാണ് പറയാനുള്ളത്.